ഹലോ ഗായ്സ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ബോം ജീസസ് ചർച്ചിലാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഓക്കെ, നമുക്ക് വീഡിയോ വിശേഷം പോവാം. ഗോവയിലൊരു ചർച്ചാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ചർച്ച്. 530 വർഷമോളം പഴക്കമുള്ള അഴുകാത്ത ശരീരം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പം ഗോവയിൽ വരുന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ പുണ്യവാളൻ്റെ അഴുകാത്ത ശരീരം കാണുക എന്നതാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോ വിശേഷത്തിലേക്ക് പോവാം. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ 1506 സ്പെയിനിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ജുവാൻ മരിയ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരരും സൈനികരായതിനാൽ അദ്ദേഹം സൈനിക പഠനത്തിനായി പാരീസ് സർവകലാശാലയിലേക്ക് പുറപ്പെട്ടു. അവരെ വെച്ചിട്ടാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടൽ വലിയൊരു വഴിത്തിരിവായി മാറിയിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാണ് അദ്ദേഹത്തിന് പ്രേക്ഷിത പ്രവർത്തനത്തിനായി രാജ്യങ്ങളിലേക്ക് അയച്ചത്. ഈ കാണുന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ്റെ അഴുകാത്ത ശരീരം വെച്ചിരിക്കുന്ന സ്ഥലം. കുറച്ച് മുമ്പ് കാണിച്ചത് തൊട്ടുമുകളിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഈ പള്ളികളിൽ എല്ലാ ഫോട്ടോസ് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് കാണിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ്റെ അഴുകാത്ത ശരീരമാണ് ഈ കാണിക്കുന്നത്. ഈ കാണുന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യവാളൻ. പിന്നെ ഇവിടെ പുണ്യവാളന്മാരും പുണ്യവതികളുടെയും രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ്. അപ്പം ഞങ്ങൾ പള്ളിയിലെ കോമ്പൗണ്ടിൽ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ്റെ രൂപത്തിന് മുമ്പിലാണ് ഫോട്ടോയൊക്കെ എടുത്തത്. കണ്ട, ബോം ജീസസ് ചർച്ച്. അപ്പോൾ 1542 അദ്ദേഹം ഗോവയിലേക്ക് വരുന്നത്. ഗോവയിൽ 5 മാസം അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനം നടത്തി. ആ കാര്യത്തിന് ശേഷം പിന്നീട് തിരുവിതാംകൂർ, കന്യാകുമാരി ഭാഗങ്ങളിലെല്ലാം അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നു കാലത്തെ വേണാട്ട് രാജാവ് അദ്ദേഹത്തിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 10 വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനമാണ് നടത്തിയത് അദ്ദേഹം. പിന്നെ 1552 അദ്ദേഹം ചൈനയിൽ വച്ച് മരണമടഞ്ഞത്. 1553 ഗോവയിലെ ഈ പുതിയ പള്ളി കണ്ട, ഈ പുതിയ പള്ളിയുടെ അടുത്തൊരു കടലുണ്ട്. ആ കടലിലെ കപ്പലിലാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. ഇതാണ് പുതിയ പള്ളി. അപ്പോൾ 1619 ഇദ്ദേഹത്തിനെ വാഴ്ത്തപ്പെടുത്തിയത്. 1622 വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യവാളനെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. കണ്ട, പുതിയ പള്ളിയിലെ ഓരോ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. പുതിയ പള്ളിയിലെ കല്ല് കൊത്തിവെച്ച രൂപങ്ങളൊക്കെ ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാ. ഗോവയിലെ പള്ളികളിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും കല്ല് കൊത്തിവെച്ച രൂപങ്ങളൊക്കെ ആട്ടാ. കല്ല് കൊത്തിവെച്ചിട്ടുള്ള കെട്ടിടങ്ങൾ, നടപ്പാതകളൊക്കെ കണ്ട. അവിടെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട, വെട്ടുകല കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ 2 പള്ളികളിലും വെട്ടുകല കൊത്തിച്ചിരിക്കുന്നതാണ്. വെട്ടുകല്ല് കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഫുള്ളും ഫോട്ടോസൊക്കെ എടുത്തു. കണ്ട, എല്ലാ ഭാഗങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു. കണ്ട, കൽക്കുരിശ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.